ഹേ ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ ഇത് നമ്മുടെ ആയിഷ ബഷീറാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി ഇന്നലെ ഒരു ചെറിയ ഔട്ടിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. വേറൊന്നുമല്ല, നമ്മുടെ ആയിഷക്ക് യൂട്യൂബ് ഫാമിലി 100K സബ്സ്ക്രൈബേഴ്സ് ആയല്ലോ. അപ്പോൾ അതിൻ്റെ ചെറിയൊരു ട്രീറ്റും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ആയിഷ ഇവിടുന്ന് എനിക്ക് മസാല ഷവായും മറ്റേ കുഴിമന്തിയൊക്കെ വാങ്ങിച്ചു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങളിവിടെ ഇരുന്ന് കുറച്ച് നേരം ഒരു ക്വസ്റ്റ്യനെയർ വീഡിയോസൊക്കെ എടുത്തതിന് ശേഷമാണ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നിന്നത്. അപ്പം ഞങ്ങൾ ചെറിയ റീൽസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് റീൽസൊക്കെ എടുക്കുന്ന തിരക്കിലായിരുന്നു കേട്ടോ. ഇന്നൊരു ദിവസം അടിപൊളി ദിവസമായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങളിതാ ഫുഡൊക്കെ ആക്കാൻ വേണ്ടിയിട്ട് ഓർഡർ കൊടുത്തിട്ട് ഇങ്ങനെ ഇരുന്ന് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഫുഡ് എന്തായാലും നല്ല അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. ഇതിന് മുൻപ് ഇവിടെ വന്നിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഒറ്റപ്പാലത്തിലെ TNT പറയുന്ന റെസ്റ്റോറൻറ്റാണ്. ഫുഡ് വന്നിട്ട് നല്ല അടിപൊളി ഫുഡായിരുന്നു. മസ്റ്റായിട്ട് കഴിക്കേണ്ട ഒരു ഐറ്റമാണ് കേട്ടോ. ഈ മസാല ഷവായും നല്ല അടിപൊളി ഉണ്ടായിരുന്നു. റൈസൊക്കെ നല്ല അടിപൊളി ഉണ്ടായിരുന്നു. പിന്നെ അവർ അതിലേക്ക് തരുന്ന മറ്റേ ടിപ്സൊക്കെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ടിപ്പൊക്കെ നല്ല അടിപൊളിയായത് കാരണം കൊണ്ട് തന്നെ അതൊക്കെ പാടെ കൂട്ടിയിട്ട് ഞങ്ങൾ കഴിച്ചു. അപ്പോൾ എന്നോട് ആയിഷു പറയണ്ടായി, അവളെ എന്ത് ഫുഡ് കിട്ടിക്കഴിഞ്ഞാലും കണ്ണടച്ചിട്ട് ഫസ്റ്റ് ടേസ്റ്റ് ചെയ്യുള്ളൂ. അപ്പോൾ അതിൻ്റെ ആ ഒരു ഫ്ലേവറും ആ ഒരു ടേസ്റ്റൊക്കെ പാടെ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുള്ളൂ എന്ന്. അപ്പോൾ എന്നോടൊന്ന് അങ്ങനെ ട്രൈ ആക്കിക്കേ പറഞ്ഞിട്ട് ഞാനും കഴിച്ച് നോക്കി. ശരിയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഫസ്റ്റ് അത് കഴിക്കുമ്പോൾ പിന്നെ നമുക്ക് നന്നായിട്ട് തന്നെ ആ ഒരു ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടേസ്റ്റ് ഉണ്ടാവും. ആ ഫസ്റ്റ് ഇംപ്രഷൻ ബെസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയുന്ന മാതിരി തന്നെയാണ് കേട്ടോ. പിന്നെ വന്നിട്ട് ഞങ്ങൾ നേരെ ഞങ്ങളുടെ അടുത്തുള്ള വരിക്കശ്ശേരി മനയുടെ അടുത്തൊരു വാട്ടർ ഡാൻസിങ് പാർക്കുണ്ട്, അതിൽ പോയി. അപ്പോൾ അവിടെ പോയി ഞങ്ങൾ കുറച്ച് നേരം ഒരു 1.5 മണിക്കൂർ അതിൻ്റെ ഉള്ളിൽ സ്പെൻഡ് ചെയ്തു കേട്ടോ. ഞങ്ങൾ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. അപ്പോൾ ഒരു 3-3:30 മണിയായപ്പോൾ അവരവിടെ വാട്ടർ ഡാൻസിങ് പാർക്കിലേക്ക് മറ്റേ വാട്ടർ ഡാൻസിങ് ഒക്കെ അവർ ഓൺ ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ അതൊക്കെ കണ്ട് അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ ഞങ്ങളല്ലാതെ വേറെ ആളുകളുണ്ട്. ഞാനിതിന് മുമ്പേ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, കുറച്ച് 2 മാസം മുന്നേ. അപ്പോൾ അവർ ഇതേമാതിരി പറഞ്ഞത് നൈറ്റിലുണ്ടാവുള്ളൂ, ഒരു 6:30ക്ക് ശേഷം ഉണ്ടാവുള്ളൂ എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ അവർ നേരത്തെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. വരിക്കാശ്ശേരി മനയ്ക്ക് പോകാൻ പറ്റിയില്ല, അവിടെ എന്തോ കല്യാണം എന്തോ നടക്കുകയാണ് പറഞ്ഞിട്ട് അവർ അങ്ങോട്ട് വിട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഈ വെള്ളം ഇങ്ങനെ തുള്ളി തുള്ളി ഞങ്ങളുടെ മുഖത്തേക്കും മേത്തുക്കൊക്കെ ആയിക്കൊണ്ടേ ഇരിക്കുകയായിരുന്നു കേട്ടോ. അവിടെ വേറെയും കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ മറ്റേ ഇങ്ങനെ ആ ഒരു വാട്ടർ ഡാൻസിങ് പാർക്ക് ഇങ്ങനെ നന്നായി എൻജോയ് ചെയ്യായിരുന്നു കേട്ടോ, ആ ഒരു വാട്ടർ ഡാൻസിങ്. അപ്പോൾ ഞങ്ങൾ പതിവ് പോലെ കുറച്ച് ഷോർട്സും വീഡിയോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. എനിക്കച്ച പിന്നെ പുറത്ത് പോയി കഴിഞ്ഞാൽ മെയിനായിട്ട് ഫോട്ടോസാണ് ഞാൻ ഫോക്കസ് ചെയ്യുക കേട്ടോ. അപ്പോൾ ആയിഷോന് കുറച്ച് വീഡിയോസ് എടുത്തോ, നന്നായിട്ടുണ്ടാവും ഈ വെള്ളമൊക്കെ ഇങ്ങനെ പോകുമ്പോൾ വീഡിയോസ് എടുക്കുന്ന ആടെ രസം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആ വീഡിയോ ഒക്കെ എടുക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു, നീയും കുറച്ച് നേരം നിൽക്കുന്നു. അവൾക്ക് പിന്നെ അങ്ങനെ വലിയ ഇൻട്രസ്റ്റിംഗ് ഒന്നുമില്ല ഫോട്ടോ വീഡിയോ ഒന്നും എടുക്കണേന്. അപ്പോൾ എൻ്റെ ഒരു നിർബന്ധപ്രകാരം അവളും അതുപോലെ ചെയ്തതാണ്. എന്തായാലും നല്ലൊരു അടിപൊളി ദിവസമായിരുന്നു കേട്ടോ. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഓർത്ത് വെക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു മൊമെൻ്റ് ആയിരുന്നു. പിന്നെ ഞങ്ങൾ അവിടുന്ന് നേരെ ഇനി ഞങ്ങൾക്ക് നെക്സ്റ്റ് പരിപാടി എന്ന് പറയുന്നത് പോയിട്ട് ഞങ്ങൾക്കൊരു അടിപൊളി കേക്കൊക്കെ കട്ട് ചെയ്യണം. പിന്നെ ഞങ്ങൾ അവിടുന്ന് ഒരു സർബത്തൊക്കെ കുടിച്ച് അങ്ങനെ നേരെ സുഡിയെ പോയിട്ട് അവിടെ കുറച്ച് നേരം തേരാപ്പാൽ ഞങ്ങൾ ലിബാമൊക്കെ തിരഞ്ഞിങ്ങനെ നടക്കിയിരുന്നു. എനിക്ക് എന്തായാലും ആയിഷു ഒരു ഡ്രസ്സ് എടുത്ത് തന്നു കേട്ടോ. ഞങ്ങൾ രണ്ടുപേരും ഒരേപോലുള്ള ഒരു ഡ്രസ്സ് എടുത്തു. ഞാൻ ഡ്രസ്സ് എടുത്തിട്ട് ആയിഷു പറഞ്ഞു, നീ ബില്ല് കൊടുക്കണ്ട, ഞാൻ കൊടുക്കുക പറഞ്ഞിട്ട് അവൾ സമ്മതിച്ചില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ 100K സബ്സ്ക്രൈബേഴ്സിൻ്റെ സെലിബ്രേഷൻ്റെ ഭാഗമായിട്ട് ഒരു നെറ്റി ബബിളുടെ ഒരു കേക്കൊക്കെ വാങ്ങി കട്ട് ചെയ്തു. ആയിഷു വെച്ചാൽ എന്നോട് തന്നെ കട്ട് ചെയ്യാൻ പറഞ്ഞ് ഞാൻ കട്ട് ചെയ്തു. ഞങ്ങളുടെ 100K സബ്സ്ക്രൈബേഴ്സിൻ്റെ ആഘോഷം ഇത്രയേ ഉള്ളൂ. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതുപോലുള്ള മറ്റുള്ള വീഡിയോകളൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരാം. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഞങ്ങളുടെ വീഡിയോ. ആയിഷുവിനെ നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുണ്ടാവും. അപ്പോൾ ഞങ്ങളുടെ ഈ ഒരു സന്തോഷകരമായ ഒരു നിമിഷത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെയാണിത്.
അപ്പോൾ താങ്ക് യു സോ മച്ച്. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ.